നമസ്കാരം. ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആധുനിക ഇന്ത്യ കണ്ട ചില നവോത്ഥാന നായകരെയാണ്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് ഏവരും സോഷ്യൽ സയൻസ് പാഠശാല എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പാഠശാലയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ജന്മം കൊണ്ടു. ഇവയുടെ നേതാക്കന്മാർക്ക് 2 ജോലികളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഒന്നാമത്തേത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. പല അനാചാരങ്ങളും ഇന്ത്യയിൽ നിലനിന്നിരുന്നു അക്കാലത്ത്. ഉദാഹരണത്തിന് സതി, ശൈശവ വിവാഹം, ഇങ്ങനെയുള്ള അനാചാരങ്ങൾ. ജാതി വ്യവസ്ഥ വളരെയധികം സങ്കീർണമായിരുന്നു. രണ്ടാമത്തേത്, അന്ന് ഇന്ത്യയിലെ മനുഷ്യന് അടിസ്ഥാനപരമായ പല പൗരാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ നവോത്ഥാന നായർക്കുണ്ടായിരുന്നത്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് ഈ അനാചാരങ്ങളെ എതിർക്കുക. രണ്ടാമത്തേത് പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക. അങ്ങനെ അനാചാരങ്ങളെ എതിർക്കുകയും പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്ത ചില നേതാക്കന്മാരെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആൾ ആധുനിക ഇന്ത്യയിലെ ആദ്യ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജാറാം മോഹൻ റോയിയാണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിക്കവറി എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയിയാണ്. 1772 ബംഗാളിലെ രാധാനഗറിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സംസ്കൃതം അടക്കം ഒട്ടനവധി ഭാഷകളിൽ അദ്ദേഹത്തിന് അവഗാഹം ഉണ്ടായിരുന്നു. വേദങ്ങളും മറ്റ് പൗരാണിക ഇന്ത്യൻ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സതി എന്ന ദുരാചാരത്തിനെതിരെ അദ്ദേഹം പോരാടി. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ 1829 വില്യം ബെന്റിക് പ്രഭു കൊൽക്കട്ടയിൽ സതി എന്ന അനാചാരം നിരോധിച്ചു. തൊട്ടടുത്ത വർഷം 1830 ബോംബെയിലും മദ്രാസിലും കൂടി സതി നിരോധിച്ചു. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജാറാം മോഹൻ റോയ് നടത്തിയ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുവാനും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തതായി ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുവാൻ ഇന്ത്യൻ ജനതയെ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇദ്ദേഹമാണ് സ്വദേശി എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. കൂടാതെ ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ് എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. വേദങ്ങളെയും പൗരാണിക ഗ്രന്ഥങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹിക അനാചാരങ്ങളെ നേരിട്ട മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇന്ത്യയിലെ പൗരാണിക ഗ്രന്ഥങ്ങൾ പ്രകാരം വിധവാ പുനർവിവാഹം അസാധ്യമായ കാര്യമല്ല എന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ വിധവാ പുനർവിവാഹ നിയമം പാസാക്കുന്നത്. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം തുടങ്ങിയ അനാചാരങ്ങളെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എതിർത്തു. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം ആരംഭിക്കുകയുണ്ടായി. മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവിനെ കൂടി നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പണ്ഡിത രമാഭായി. കർണാടകയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിത രമാഭായി. എന്നാൽ പിന്നീട് ഇവർ പൂനെയിലോട്ട് താമസം മാറ്റി. അവിടെ പണ്ഡിത രമാഭായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ഇവർ രചിച്ച ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൺ എന്ന പുസ്തകം ഇന്ത്യൻ വനിതകളുടെ ദുസ്ഥിതി ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. SCERT, NCERT പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള
ഇന്ത്യൻ നവോത്ഥാന നായകർ ഇനിയുമുണ്ട്. അവരെ നമുക്ക് വരും വീഡിയോകളിൽ പരിചയപ്പെടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.